ചാരന്മാർ പലരും സ്വന്തം പേരുകൾ പോലും മറന്ന് മാതൃരാജ്യത്തിന് വേണ്ടി കടമ ചെയ്യുന്നവരാണ്. പല യുദ്ധങ്ങളും ജയിപ്പിച്ചിട്ടുള്ളത് ചാരന്മാർ ചോർത്തി നൽകിയ സുപ്രധാന വിവരങ്ങളാണെങ്കിലും അത് പലപ്പോഴും ഔദ്യോഗിക രേഖകൾ ഉണ്ടാകാറില്ല. ചരിത്രത്തിൽ ഒരിക്കലും രേഖപ്പെടുത്താത്ത ത്യാഗനിർഭരമായ ജീവിതമാകും പല ചാരന്മാരും നയിച്ചിട്ടുണ്ടാവുക. എന്നാൽ മൊസാദിനെ പോലെയുള്ള സംഘടനകൾ തങ്ങളുടെ ഏജന്റുമാരെ ഒരിക്കലും തള്ളിപ്പറയാറില്ല. അതിനുദാഹരണമാണ് എലി കോഹൻ മുതൽ 2023 ജീവൻ നഷ്ടമായ ഏജന്റ് എം വരെയുള്ളത്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന വൻ സൈനിക നീക്കത്തിന് അടിത്തറ പാകിയത് ഏജന്റ് എം ആയിരുന്നു. ആരാണ് ഏജന്റ് എം? പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു പേരിനപ്പുറം ഇന്നും ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അജ്ഞാതമാണ്. കഴിഞ്ഞ ഏപ്രിലാണ് ഏജന്റ് എം എന്ന പേര് പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് വഴിയൊരുക്കിയതാകട്ടെ അന്ന് മൊസാദ് ഡയറക്ടറായിരുന്ന ഡേവിഡ് ബാർണിയയുടെ ലോകത്തെ അമ്പരപ്പിച്ച വെളിപ്പെടുത്തലും. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവർക്കായി നടത്തിയ സ്മരണാദിന ചടങ്ങിലാണ് ഡേവിഡ് ബാർണിയ എം എന്ന ഏജന്റിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്നാൽ എം എന്ന ഏജന്റ് വ്യക്തിത്വം വെളിപ്പെടുത്താൻ ബാർണിയ തയ്യാറായില്ല. എം നയിച്ച ദൗത്യങ്ങൾ ഇറാനെതിരെയുള്ള നീക്കങ്ങളെ കാര്യമായി സ്വാധീനിച്ചുവെന്നും സർഗാത്മകത, തന്ത്രപരത, ആധുനിക സാങ്കേതികവിദ്യ എന്നിവയും അദ്ദേഹം സമന്വയിപ്പിച്ചുവെന്നുമായിരുന്നു ബാർണിയയുടെ വാക്കുകൾ. എം നയിച്ച ദൗത്യങ്ങൾ ഇറാനെതിരെയുള്ള നീക്കങ്ങളെ കാര്യമായി സ്വാധീനിച്ചുവെന്നും സർഗാത്മകത, തന്ത്രപരത, ആധുനിക സാങ്കേതികവിദ്യ എന്നിവ അദ്ദേഹം സമന്വയിപ്പിച്ചുവെന്നുമായിരുന്നു ബാർണിയയുടെ വാക്കുകൾ. ഓപ്പറേഷൻ റോറിംഗ് ലയൺ നടക്കുമ്പോൾ എൻ്റെ ചിന്തകളിലും ഹൃദയത്തിലും എം എന്ന പോരാളിയോടുള്ള അഭിമാനമായിരുന്നു. രാജ്യത്തിന് പുറത്ത് തൻ്റെ കടമ നിർവഹിക്കുന്നതിനിടയിലാണ് അദ്ദേഹം വീണുപോയത് എന്നാണ് ഏപ്രിൽ 21 മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ പറഞ്ഞത്. മൊസാദിന്റെ പ്രവർത്തനങ്ങളെ അതിസൂക്ഷ്മം നിരീക്ഷിക്കുന്ന 100,000 കണ്ണുകളുണ്ടെന്നിരിക്കെ ആ ചാരസംഘടനയുടെ മറ്റു പല കാര്യങ്ങളെയും പോലെ അവർക്കെല്ലാം അതുവരെ അജ്ഞാതമായിരുന്നു ആ പേര്. 2026 ഫെബ്രുവരി 28 ഇറാനിലെ ഭരണകൂടത്തിനെതിരെയും അവരുടെ ആണവ പ്ലാന്റുകൾക്കെതിരെയും ഇസ്രായേലും അമേരിക്കയും യുദ്ധം ആരംഭിച്ചത്. US പ്രതിരോധ വകുപ്പ് ഇതിനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സൈനിക നീക്കത്തിന് ആവശ്യമായ നിർണായക വിവരങ്ങൾ ശേഖരിച്ചതും സാങ്കേതികമായ പശ്ചാത്തലം ഒരുക്കിയതും ഏജന്റ് എം വർഷങ്ങൾക്ക് മുമ്പ് നയിച്ച ദൗത്യങ്ങളായിരുന്നു. ഇസ്രായേലിന് വ്യക്തമായ മേൽക്കൈ നൽകാൻ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചതിന്റെ സ്മരണ കൂടിയായിരുന്നു ബാർണിയയുടെ വാക്കുകൾ നിറഞ്ഞത്. എം ഒരു മുൻ മൊസാദ് ഉദ്യോഗസ്ഥനാണെന്നാണ് പിന്നീട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതുപ്രകാരം എറസ്റ്റിമോണി എന്നാണ് എമ്മിന്റെ യഥാർത്ഥ പേര്. 2023 മെയ് അവസാനം വടക്കൻ ഇറ്റലിയിലെ ലാഗോ മഗിയോർ തടാകത്തിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞാണ് മറ്റു ചിലർക്കൊപ്പം എറസ്റ്റിമോണിയും കൊല്ലപ്പെടുന്നത്. ദുരൂഹതകൾ ഒഴിഞ്ഞിട്ടില്ലാത്ത ഈ മരണം നടക്കുമ്പോൾ ഷിമോണിക്ക് 50 വയസ്സായിരുന്നു. മൊസാദിലെ സേവനം കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അഷ്കലോണിലായിരുന്നു ഷിമോണിയുടെ സംസ്കാരം. ആ ചടങ്ങിൽ മൊസാദിലെ ഉന്നത ഉദ്യോഗസ്ഥർ തൊപ്പിയും മുഖംമൂടിയും ധരിച്ചാണ് പങ്കെടുത്തത്. 30 വർഷം മൊസാദിൽ സേവനമനുഷ്ഠിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നിട്ടും ഷിമോണിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്തതാണ് അദ്ദേഹമാണ് ഏജന്റ് എം എന്ന് വിലയിരുത്താൻ കാരണം. മൊസാദും ഇറ്റാലിയൻ രഹസ്യാന്വേഷണ ഏജൻസികളും തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ബോട്ട് അപകടം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2 ഇറ്റാലിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ബോട്ട് ക്യാപ്റ്റന്റെ ഭാര്യയും ഷിമോണിക്കൊപ്പം അന്ന് കൊല്ലപ്പെട്ടു. ഒരു സാധാരണ അപകടമായി ലോകം കണ്ട ആ സംഭവത്തിന് മുന്നിൽ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് ഇന്ന് പലരും സംശയിക്കുന്നത്. രഹസ്യ നീക്കങ്ങളാണ് ചാരന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത. അത്തരമൊരു രഹസ്യാത്മകത എല്ലാ കാലത്തും എറസ്റ്റിമോണിയെ ചൂടുന്നു നിന്നിരുന്നു. സാങ്കേതിക വിദ്യയെ ചാരപ്രവർത്തനവുമായി കൃത്യതയോടെ കൂട്ടിയിണക്കിയ ഉദ്യോഗസ്ഥനെന്നാണ് ഇസ്രായേലി പ്രതിരോധ വിദഗ്ധർ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. ചാരയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ചില പേരുകൾ ഒരു അക്ഷരത്തിലോ കോഡുനാമത്തിലോ ഒതുങ്ങും. അത്തരത്തിലൊരാളായി ഏജന്റ് എം എന്ന പേരും മൊസാദിന്റെ ചരിത്രത്തിനൊപ്പം തിളങ്ങി നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.